الحمد لله نؤمن به ونتوكل عليه نستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أحبتي في الله أوصيكم بتقوى الله സ്നേഹാദരനായ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് പ്രാരംഭമായി വസിയത്ത് ചെയ്യുന്നു. ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പരമാവധി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഷ്ഠാനങ്ങളെ, കൽപ്പനകളെ, നിർദ്ദേശങ്ങളെ പരമാവധി പുലർത്തി ജീവിക്കണമേ എന്ന് ആമുഖമായി അഭ്യർത്ഥിക്കുന്നു. 1447 ഹിജ്റ വർഷമാണിന്ന്. 1446 ഹിജ്റ വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇന്നും നമ്മുടെ മുമ്പിൽ ഇന്നലെ നടന്ന വർഷം പോലെ കാണണമെന്നാണ് നാം പറയേണ്ടതും പ്രഖ്യാപിക്കേണ്ടതും മനസ്സിലാക്കേണ്ടത്. എന്താണ് ഹിജ്റ? അറബി ഭാഷയിൽ ഹജറ എന്ന പദത്തിൽ നിന്നാണ് ഹിജ്റ എന്ന പദം കടന്നു വരുന്നത്. ഹജറ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ ഒഴിവാക്കുന്നതിന്, ഒരു ആചാരത്തെ ഒഴിവാക്കുന്നതിന്, ഒരു ഭൂമികയെ ഒഴിവാക്കുന്നതിന്, ഒരു സമൂഹത്തെ ഒഴിവാക്കുന്നതിന് തറക്ക എന്ന പദത്തിൽ അറബി ഭാഷയിലുള്ള ഒരു പദപ്രയോഗമാണ് ഹജറ എന്നുള്ളത്. എങ്കിൽ ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അത് രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും കൽപ്പനയും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ദീനിനു വേണ്ടിയുള്ള പ്രയാണത്തെയാണ് ഹിജ്റത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നാം ചരിത്രത്തിൽ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയത് 40-ാമത്തെ വയസ്സിലാണ്. 40 മുതൽ 53, 13 വർഷം മക്കയിൽ ജീവിച്ചു. 53-ാമത്തെ വർഷം മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും മദീനയിലേക്ക് പ്രവേശനം ചെയ്തു, പാലായനം നടത്തി.
അതിന് പറയുന്ന പേരാണ് ഹിജ്റത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ളത്. ഹിജ്റ അത് ചരിത്രത്തിൽ അത് മൂന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ഹിജ്റയാണ് എന്നതാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, അതിന് മുമ്പും അബുസീനിയ, ഹബിഷ്യ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് മുസ്ലിങ്ങൾ മക്കയിൽ നിന്ന് പലായനം ചെയ്തിട്ടുണ്ട്. പലായനം എന്ന് പറയുമ്പോൾ ഒരു കുടിയിറക്കലാണ്. കുടിയിറക്കപ്പെടും കൂട്ടര് നിങ്ങളേത് ദേശക്കാർ എന്ന് ചോദിക്കുന്ന കവികളുടെ വാക്കുകളെ അന്വർത്ഥമാക്കുന്നതാണ് കുടിയിറക്കപ്പെടൽ. ഒരു രാജ്യത്തിൽ നിന്ന്, ഒരു ഭൂമികയിൽ നിന്ന്, ഒരു നാട്ടിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടുമ്പോഴാണ് നമുക്കതിൻ്റെ വേദന അറിയുന്നത്. നമ്മളൊക്കെ ഏതെങ്കിലും സമുദ്രത്തിൽ ഏതെങ്കിലും രാജ്യത്തിലേക്ക് അടുക്കുന്ന ബോട്ടിനെ ആ രാജ്യത്തിൽ നിന്ന് തിരിച്ചയച്ച സൈന്യം ആ ബോട്ടിലെ ആളുകൾ മുഴുവൻ കൊല്ലപ്പെട്ടു എന്ന് കേൾക്കുന്ന കുടിയിറക്കപ്പെടലിന്റെ വാർത്ത കേട്ട് വായിക്കുന്നവരാണ് നമ്മൾ. റോഹിംഗ്യയിലെ മുസ്ലിങ്ങൾ ആ രാജ്യത്ത് ജീവിക്കാൻ കഴിയാതെ 10 ലക്ഷം മുസ്ലിങ്ങൾ ആ രാജ്യത്തിന് പലായനം നടത്തിയപ്പോൾ ഉള്ളതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് മറ്റൊരു രാജ്യത്തിലേക്ക് ചെന്നമർന്നപ്പോൾ ആ രാജ്യത്തിലെ സൈന്യം അവരുടെ കയ്യിലുള്ളതെല്ലാം വാങ്ങിവെച്ച് ഷൂട്ട് ചെയ്യപ്പെട്ടവരുടെ പലായനത്തിന്റെ കഥ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഇന്നും 8-6 വയസ്സ് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പലായനം ചെയ്തപ്പോൾ ആ രാജ്യം ഒരുക്കിയിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിൽ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം 4 വരെ 5 വരെ നൽകാൻ പറ്റൂ. അതിലപ്പുറം വിദ്യാഭ്യാസം നൽകിയാൽ അവർ പഠിക്കും, നമ്മുടെ രാജ്യത്തിലെ ജോലികൾ അവർ കൈവശമാക്കുമെന്ന കാരണത്താൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ആളുകളുടെ ചരിത്രത്തെയാണ് നമ്മൾ പലായനം, കുടിയിറക്കപ്പെടലെന്ന് നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും. അതുപോലെ ചരിത്രത്തിൽ അതിനപ്പുറമായ ഒരു കുടിയിറക്കപ്പെടലാണ് ഹിജ്റ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ. മക്കയെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, യാ മക്ക വലൗ അന്ന ഖൗമകി മാ അഖ്റജൂനി മാ ഖറജ്തു മിൻകി. എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് മക്കയെ നിന്നോട്. അള്ളാഹുവിന് ഇഷ്ടമുള്ള ഭൂമിയാണ് നീ, പ്രവാചകന്മാർക്ക് ഇഷ്ടമുള്ള ഭൂമിയാണ് നീ. നിന്റെ ജനത എന്നെ ഒഴിവാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ രാജ്യത്തിൽ നിന്ന് പുറപ്പെടുവില്ലായിരുന്നു. അങ്ങനെ പുറപ്പെടുന്ന ഒരു പ്രയോഗത്തിന് പറയുന്ന പേരാണ് ഹിജ്റത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹിജ്റയിൽ ചരിത്രം ഉൾക്കൊള്ളുന്നപ്പുറം ഒരുപാട് പഠിക്കാനുണ്ട്. AD 622 വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ അപ്പുറമുള്ള മദീനയിലേക്ക് കാൽനടയായി 100 കണക്കിന് ആളുകൾ യാത്ര നടത്തിയതിൻ്റെ പേരാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഇത് നമുക്കറിയാം, ബൈ റോഡാണെങ്കിലും ഏകദേശം 400-ലപ്പുറം കിലോമീറ്ററുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. പ്രവാചകൻ ആദ്യമൊന്ന് പുറപ്പെട്ട് തടി തപ്പിയ പേരിനല്ല ഹിജ്റ എന്ന് പറയുന്നത്. ഏകദേശം അനുയായികളെ സംരക്ഷിച്ചു. അനുയായികൾ ഏകദേശം പുറപ്പെട്ടു. അവസാനമാണ് അള്ളാഹുവിന്റെ പ്രവാചകന് എനിക്കിതാ അബൂബക്കറെ പുറപ്പെടാൻ സമയമായിട്ടുണ്ട് എന്ന് പറയുന്നു. അബൂബക്കർ ആ സൗഹൃദ ബന്ധത്തിന്റെ ആ നിഴലും തണലും അത് ആ പ്രവാചകനോട് കൂട്ടിച്ചേർത്ത് വെച്ചു. പ്രവാചകരെ, ഞാനും താങ്കളുടെ കൂടെയുണ്ട്. ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ വാപ്പ ഈ ദുനിയാവിൽ സന്തോഷിച്ച ദിനങ്ങളിൽ ഒന്ന് എൻ്റെ വാപ്പ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കൂടെ ഹിജ്റ പോവാൻ അദ്ദേഹത്തിന് അനുമതി ലഭിക്കപ്പെട്ടു എന്നുള്ളതാണ്. 5000 ദിനാർ എന്ന് പറയുന്നുണ്ട്, ദിർഹം എന്ന് പറയുന്നുണ്ട്. ദിനാർ എന്ന് പറയുമ്പോൾ വില കൂടും, ദിർഹം എന്ന് പറയുമ്പോൾ അത് സംഖ്യ ചുരുങ്ങും. അതുമാത്രമുള്ള ബാക്കി വെച്ചുകൊണ്ട്, അതുമാത്രം കയ്യിലെടുത്തുകൊണ്ട് ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ മക്കയിൽ വെച്ചുകൊണ്ട് മക്കയിൽ നിന്ന് നാട് വിട്ട കുബേരനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. പ്രവാചകന്റെ കൂടെ അദ്ദേഹം ആ നാട് വിട്ടു. അതിന് പറയുന്ന പേരാണ് ഹിജ്റത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന്.
എന്താണ് ഹിജ്റയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്? ഒരുപാട് പഠിക്കാനുണ്ട്. ഒന്ന്, ഹിജ്റ പ്ലാനിങ് ആയിരുന്നു എന്നുള്ളതാണ്. കൃത്യമായ പ്ലാനിങ് ആണ് ഹിജ്റ. സാധാരണ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചരിത്രത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ സമകാലിക സംഭവങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ 100 ആളുകൾ കയറുന്ന ബോട്ടിൽ 500 ആളുകൾ കയറി യാത്ര ചെയ്ത് പറയുന്നതിനല്ല ഹിജ്റ എന്ന് പറയുന്നത്. കൃത്യമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്ലാനിങ് നടത്തി സഞ്ചരിച്ചതിന്റെ പേരാണ് ഹിജ്റത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ പാഠം അത് തന്നെയാണ്. ജീവിതത്തിൽ എന്തും വലിയ ലക്ഷ്യങ്ങൾ നേടുമ്പോൾ വലിയ പ്ലാനുകൾ വേണം. ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കണമെങ്കിൽ വലിയ പ്ലാനുകൾ വേണം. ശത്രുക്കൾ നിരന്തരം നമ്മെ ചുറ്റിപ്പായുന്നുവെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ചെറിയ പ്ലാനുകൾ പോരാ, വലിയ പ്ലാനുകളുമായിട്ടാണ് ഒരു വിശ്വാസി ഏതൊരു പ്രതിസന്ധിയെയും ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കേണ്ടതെന്നുള്ള പാഠമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. പാഠം ഒന്നാമത്തെ ഭാഗം, അലി റളിയല്ലാഹുവിനെ തന്റെ വിരിപ്പിൽ കിടത്തി അന്ന് രാത്രി ആ വിരിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോകുന്നത്, ആ രാത്രിയുടെ നിശബ്ദതയിൽ ഇരുട്ടിൽ ചെല്ലുന്നത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ അന്ന് ഇത് ഹിജ്റക്കുള്ള ആ സമയത്ത് പ്ലാൻ നടക്കുകയാണ്. അങ്ങനെയാണ് അവിടെ നിന്നുള്ള ആസൂത്രണം നടത്തി. അതിനു മുമ്പ് ആസൂത്രണം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള സഞ്ചാരമാണ്. 2 പെൺതരികളെ ഇതിൽ മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തുണ്ട് ആണുകളുടെ സമരരണാങ്കണത്തിൽ സ്ത്രീകൾക്കെന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂൽ നിസാഉൻ ഹൗല റസൂൽ എന്ന ഗ്രന്ഥത്തിൽ നൽകുന്ന മറുപടിയാണ്. ഉമ്മു മഅബദും ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരിയായ അസ്മാ റളിയല്ലാഹുവിനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിജ്റയിൽ സഹകരണം ചെയ്ത, ഹിജ്റയിൽ സേവനം ചെയ്ത 2 വനിതകൾ. വകുന്ന ജഹസ്നാ ലഹു ജഹാസൻ, ഞങ്ങൾ ആ പ്രവാചകന് വേണ്ടി നല്ലവണ്ണം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ലോജിസ്റ്റിക് എന്ന് പറയുന്ന ഒരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അന്ന് നിർവഹിച്ചത് 2 സ്ത്രീകളായിരുന്നു. 2 സ്ത്രീകളായിരുന്നു. ഒന്ന് ഉമ്മു മഅബദും 2 അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു. അങ്ങനെയാണ് അന്നാണ് അസ്മാ റളിയല്ലാഹുവിന്റെ ദാത്തുൻ നിതാഖതൈൻ എന്നുള്ള പേര് പോലും ലഭിക്കുന്നത്. പ്രവാചകനിലേക്ക് പോകുന്ന സഞ്ചാരത്തിന്റെ പാതയം തന്റെ വസ്ത്രം കൊണ്ട് കീറി മുറിച്ച് കെട്ടിവെച്ച, അതുകൊണ്ടാണ് 2 അരപ്പട്ടയുള്ള പെണ്ണ് എന്ന് ആ പ്രവാചകന്റെ ഭാര്യയുടെ സഹോദരിക്ക് പേര് നൽകപ്പെടുന്നത്. ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം പറയുന്നത്, അന്ന് അവർക്ക് ഏകദേശം 6, 7, 8 മാസം ഗർഭിണിയായിരുന്നത് കൂടി പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹുവിന്റെ സഹോദരിയായ അസ്മാ റളിയല്ലാഹുവിനെയാണ് സൗർ ഗുഹയിൽ മക്കയിൽ നിന്ന് 4 കിലോമീറ്റർ അപ്പുറം 750 അല്ലെങ്കിൽ 760 അടി ഉയരമുള്ള സൗർ ഗുഹയിലേക്ക് ഓരോ ദിവസവും 1, 2 തവണ ഭക്ഷണവുമായി അസ്മാ റളിയല്ലാഹു കയറി ചെന്നിരുന്നു എന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു പെണ്ണ്, ഒരു സ്ത്രീ ഇസ്ലാമിക പ്രവർത്തനത്തിൽ നിർവഹിച്ച, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഗതിവിഗതികളെ മാറ്റിയ ഹിജ്റ എന്ന മഹാപാഠത്തിൽ നിർവഹിച്ച വലിയൊരു പാഠമാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. മറ്റൊരു സ്ത്രീ ഉമ്മു മഅബദായിരുന്നു. ഇത് ഒന്നാമത്തെ ആസൂത്രണമായിരുന്നു. മറ്റൊരു ഭാഗം പറയുകയാണെങ്കിൽ, അന്നത്തെ അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ എന്ന് പറയുന്നത് മക്കയിലെ ഏറ്റവും സക്കായ നഫ്സായ ഒരു പുരുഷനായിരുന്നു. ഇന്റലിജന്റ് വൃത്തത്തിൽ മക്കയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ അബൂബക്കർ. അദ്ദേഹമായിരുന്നു അന്നത്തെ ശത്രുക്കളുടെ നോട്ടവും അവരുടെ വിഷയങ്ങൾ അറിയുന്നുള്ള സ്പൈ വർക്ക് നടത്തിയിരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ യാത്രക്ക് വേണ്ടി അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു. മൂന്നാമതായി വഴിയറിയുന്ന മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള സഞ്ചാരത്തിന്റെ മറ്റു കുറുക്കുകൾ കഴിയുന്ന അബ്ദുല്ലാഹി ഉറൈഖത്ത് എന്ന് പറയുന്ന മുസ്ലിമല്ലാത്ത ഒരു യാത്രികനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു ഏൽപ്പിച്ചിരുന്നു. നാലാമതായി
ആമിർ ഇബ്നു ഫുഹൈർ എന്ന് പറയുന്ന ഒരു ആട്ടിടയനെ അദ്ദേഹം പ്രവാചകനും അബൂബക്കറും സഞ്ചരിക്കുന്ന സല്ലല്ലാഹു അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിക്കുന്ന റളിയല്ലാഹു അൻഹു സഞ്ചരിക്കുന്ന വഴികളെ ആടിനെ വെച്ചുകൊണ്ട് മായ്ച്ചു കളയുന്ന മറ്റൊരു യാത്രികനെയും ആ യാത്രയിൽ അവർ ഒരുമിച്ച് കൂട്ടിയിരുന്നതാണ്. ഇതിനപ്പുറം മക്കയിൽ നിന്ന് 400 കിലോമീറ്റർ പോകണമെങ്കിൽ മക്കയിൽ നേരെ പോവേണ്ടത് യഥാർത്ഥത്തിൽ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വഴി എന്ന് പറയുന്നത് തെക്ക് ഭാഗത്താണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയത് വടക്ക് ഭാഗത്തേക്കുള്ള സൗർ ഗുഹയിലാണ്. സാധാരണ ഖുറൈശികൾ പിൻപറ്റേണ്ടത് തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയത് വടക്ക് ഭാഗത്തേക്കാണ്. ഇതും കൃത്യമായ ആസൂത്രണമായിരുന്നു. വടക്ക് ഭാഗത്തുള്ള സൗർ ഗുഹയിൽ ഏകദേശം മൂന്ന് രാവുകൾ താമസിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് യാത്ര പോയി പിന്നെ അങ്ങോട്ട് വടക്ക് ഭാഗത്തേക്ക് യാത്ര മദീനയിലേക്ക് യാത്ര തിരിച്ചു വന്നതാണ്. അത്രയും കബളിപ്പിച്ചുകൊണ്ടായിരുന്നു ഹിജറ എന്ന ആസൂത്രണം നിറഞ്ഞ യാത്ര. അള്ളാഹു ജീവിതത്തിന്റെ ഏത് വിജയത്തിന്റെ ഗാഥകളും നമ്മൾ രചിക്കുമ്പോൾ, വിജയത്തിന്റെ ഏത് ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴും കൃത്യമായ ആസൂത്രണവും പഠനവും ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന മഹാപാഠമാണ് ഹിജറ. അള്ളാഹു ഇതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أحبتي في الله أوصيكم بتقوى الله. സ്നേഹാദരനായ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമേ. ഓരോ വിഷയങ്ങളിൽ നിന്നും ഓരോ ചരിത്രത്തിൽ നിന്നും അതിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. പടച്ചവൻ നമുക്ക് തന്നെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന പാപങ്ങൾ പടച്ചവൻ നമുക്ക് പുറത്തു നൽകുമാറാവട്ടെ. രോഗം കൊണ്ടും ശാരീരികവും മാനസികമായ പ്രതിസന്ധികൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാരുടെ നാഥൻ, അവർക്ക് നീ ശിഫയും ശമനവും ശാന്തതയും നൽകണമെന്നത്. അല്ലാഹുവേ, പ്രായമെത്തിയിട്ടും വിവാഹപ്രായമെത്തിയിട്ടും കല്യാണം കഴിക്കപ്പെടാതെ പോകുന്ന പെൺകുട്ടികൾ ഞങ്ങളുടെ ഉമ്മത്തിൻ്റെ നാഥൻ. അല്ലാഹുവേ, അവർക്ക് എത്രയും പെട്ടെന്ന് അനിവാര്യമായ അനുകൂലമായ ഹലാലായ മാർഗത്തിൽ നല്ല വരന്മാരെ നാഥ നീ അവർക്ക് നൽകണമേ. അതുപോലെ തന്നെ സാമ്പത്തിക ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെ തിരിച്ചു നൽകപ്പെടുന്ന യുവാക്കളുടെ നാഥ അവർക്ക് വേഗം ദാമ്പത്യ ജീവിതം, ഇസ്ലാമികമായ കുടുംബജീവിതം നീ പ്രദാനം ചെയ്യണമേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أحينا على الكتاب والسنة وأمتنا على الإيمان والتوبة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اغفر لنا ولآبائنا ولأمهاتنا ولأساتذتنا ولمشايخنا ولمن أحبنا يا رب العالمين. اللهم اجعل هذا البلد أمنا وأمانا ومطمئنا وسائر بلاد المسلمين يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.